നമ്മൾ ഇന്ന് സമാന്തര ശ്രേണിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യാശ്രേണിയാണ്. ഈ സംഖ്യാശ്രേണിയുടെ തൊട്ടടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ആ സ്ഥിരസംഖ്യ നമ്മൾ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. 2, 3, 4, 5. 2, 3, 4, 5 ഇതൊരു സമാന്തര ശ്രേണിയാണ്. കാരണം 3-ൽ നിന്ന് 2 കുറച്ചാൽ 1, 4-ൽ നിന്ന് 3 കുറച്ചാൽ 1, 5-ൽ നിന്ന് 4 കുറച്ചാൽ 1. അതായത് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇവിടെ 1 ആണ് ആ സ്ഥിരസംഖ്യ. അതിനാൽ ഇതിന്റെ പൊതുവ്യത്യാസം അവ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. പൊതുവ്യത്യാസത്തെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഡി. ഇതിൽ ഓരോ സംഖ്യ നമ്മൾ പദങ്ങൾ എന്നാണ് പറയുന്നത്. ടേംസ് പദങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്നാം പദം 2, രണ്ടാം പദം 3, മൂന്നാം പദം 4, നാലാം പദം 5. ഇത് നമ്മൾ പദങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യ പദത്തെ എഫ് എന്ന് എടുത്തെന്ന് വെച്ചോ, രണ്ടാം പദത്തായിരിക്കും പൊതുവ്യത്യാസം ഡി ആയിട്ട് എടുത്തു. ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നാം പദം എഫ് ആയിരിക്കും, രണ്ടാം പദം ഇതിൻ്റെ കൂടെ എത്ര കൂടും? ഡി കൂടും. അപ്പൊ എന്ത് വരും? എഫ് പ്ലസ് ഡി ആയിരിക്കും. മൂന്നാം പദം എന്തായിരിക്കും? എഫ് പ്ലസ് ഡിയുടെ കൂടെ ഒരു ഡി കൂടെ കൂടുന്നു. അപ്പൊ എത്ര ഡി ആയി? 2 ഡി ആയി. അത് എഫ് പ്ലസ് 2d. ഇത് അങ്ങനെയാണ് പദങ്ങൾ പോകുന്നത്. പൊതുവ്യത്യാസമായ ഡി വീതം കൂടി 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 പോകുന്നു. ഓക്കെ. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങൾ എ, ബി, സി എന്നിവയായാൽ ബി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യ പദം അധികം അവസാന പദം ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നടുവിലുള്ള പദം നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ കണ്ടുപിടിക്കുക? ഫൈൻഡ് ഡി. പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം. ശ്രേണി 2, 0, -2. ഒന്നാം പദം 2, രണ്ടാം പദം 0, മൂന്നാം പദം -2. പൊതുവ്യത്യാസം എങ്ങനെ കാണാം? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. -2, -0 എന്തിനാണ്? -2. ഇതാണ് ആൻസർ. അല്ലെങ്കിൽ രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കണം. 0, -2 -2. അതിന് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -2 ആണ്. നമ്മൾ എന്ത് ചെയ്തു? മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറച്ചു. അപ്പൊ എന്ത് കിട്ടി? -2 കിട്ടി. രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചു. അപ്പൊ എന്ത് കിട്ടി? അത് -2 കിട്ടി. പൊതുവ്യത്യാസം എന്തിനാണ്? -2 ആണ്. 13x 35 എന്നിവ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിന്റെ വിലയുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ, ബി, സി എന്നിവ ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ പദങ്ങളായാൽ ബി കണ്ടുപിടിക്കാനായിട്ട് എ പ്ലസ് സി ബൈ 2 എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് എ യുടെ സ്ഥാനത്ത് 13 ആണ്. 13 പ്ലസ് സിയുടെ സ്ഥാനത്ത് 35 ആണ്. ഡിവൈഡ് ബൈ 2 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ 13 35 കൊണ്ട് എത്ര കിട്ടും? 48 കിട്ടും. ഡിവൈഡ് ബൈ 2 24. എന്ത് കിട്ടി? ആദ്യ പദമായ 13 അധികം അവസാന പദമായ 35 ഡിവൈഡ് ബൈ 2 35 13 കൂട്ടുമ്പോൾ 48 ഡിവൈഡ് ബൈ 2 42 പകുതി 24 ആണ് ഇവിടെ എക്സിന്റെ സ്ഥാനം. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ.